ആകാശവാണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് റേഡിയോ പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത പരിപാടിയെ ആസ്പദമാക്കി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. मेरे प्यारे देशवासियों, नमस्कार। अक्सर मन की बात में आपके प्रश्नों की बौछार रहती है। इस बार मैंने सोचा कि कुछ अलग किया जाए। പതിവിൽ നിന്നും വ്യത്യസ്തമായി ചോദ്യരൂപേണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത്ത് പരിപാടിയുടെ 78ാം ഭാഗം ആരംഭിച്ചത്. കായിക മേഖലയ്ക്കാകെ പ്രചോദനം പകരുന്ന ചോദ്യവും ഒപ്പം കായിക താരങ്ങൾക്ക് ധൈര്യം പകരുന്ന സന്ദേശവും. मैं आपसे प्रश्न करूं तो ध्यान से सुनिए मेरे सवाल। ओलंपिक में इंडिविजुअल गोल्ड जीतने वाला पहला भारतीय कौन था? ओलंपिक के कौन से खेल में ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഭാരതീയൻ ആരായിരുന്നുവെന്നും ഒളിമ്പിക്സിൽ ഏതിനത്തിലാണ് ഭാരതം ഇതുവരെ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയത് എന്നുമുള്ള ചോദ്യങ്ങളിലൂടെയാണ് പ്രധാനമന്ത്രി നമ്മെ കായിക രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. जवाब भेजे न भेजे पर माय गॉव में ओलंपिक्स पर जो क्विज है उसमें प्रश्नों के उत्तर देंगे तो कई सारे इनाम जीतेंगे. ഒളിമ്പിക്സ് ആസന്നമായിരിക്കുന്ന വേളയിൽ ഇതു സംബന്ധിച്ച് മൈ GOV ആപ്പിലൂടെ സംഘടിപ്പിച്ചിട്ടുള്ള പ്രശ്നോത്തരിയിൽ വിജയികളാകുന്നവർക്ക് സമ്മാനങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ഇന്ത്യയുടെ കായിക ഇതിഹാസം മിൽഖാ സിംഗിന്റെ സ്മരണകൾ പങ്കുവച്ച പ്രധാനമന്ത്രി ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്താൻ കായിക താരങ്ങൾ സജ്ജരാകണമെന്ന സന്ദേശം നൽകി. साथियों, जब बात टोक्यो ओलंपिक्स की हो रही हो तो भला मिल्खा सिंह जी जैसे लीजेंडरी एथलीट को कौन भूल सकता है? कुछ दिन पहले ही कोरोना ने उन्हें हमसे छीन लिया. പ്രധാനമന്ത്രി മൻ കി ബാത്ത് പരിപാടിയിലൂടെ കായിക മേഖലയെ പരാമർശിച്ചത് ഏറെ പ്രശംസനീയമാണെന്ന് ദ്രോണാചാര്യ പുരസ്കാര ജേതാവും ഇന്ത്യൻ ബോക്സിംഗ് ടീമിന്റെ മുൻ പരിശീലകനുമായ ശ്രീ ചന്ദ്രലാൽ പറഞ്ഞു. ഇന്ന് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി മൻ കി ബാത്ത് പ്രോഗ്രാമിൽ സ്പോർട്സിന്റെ പ്രാധാന്യങ്ങളും റോഡ് ടു ടോക്കിയോനെ ബേസ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി. പല പ്രതിസന്ധികളും അതിജീവിച്ച് പ്രാരാബ്ധത്തിൽ നിന്നും ഇന്ത്യൻ ടീമിനെ റെപ്രസെന്റ് ചെയ്ത് ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈ ചെയ്ത് ചില പ്രധാന കായിക താരങ്ങളെ പറ്റി എടുത്തു പറഞ്ഞു. വാക്കിംഗ് റേസിൽ പങ്കെടുക്കുന്ന പ്രിയങ്ക, ജാവലിൻ ത്രോയിൽ പങ്കെടുക്കുന്ന ശിവപാൽ സിംഗ്, ബോക്സിംഗിൽ റോത്തക്കിൽ നിന്നുള്ള മനീഷ് കൗശിക്, ഫെൻസിംഗിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭവാനി ദേവി, ഇവരെ ഒക്കെ ഈ ലെവലിലേക്ക് എത്തിയ വഴികളുമൊക്കെ അദ്ദേഹം വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അദ്ദേഹം നമ്മളോട് അഭ്യർത്ഥിച്ചേക്കുന്നത് ഇവരെ ആരും നമ്മൾ അധികം പ്രഷർ ചെയ്യലും ഈ പർട്ടിക്കുലർ സാഹചര്യത്തിൽ അവരവരുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുകയും അവരെ നല്ല കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനാണ് ജനങ്ങളോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്. കൊറോണയ്ക്കെതിരായ പോരാട്ടത്തിലാണ് രാജ്യം എന്നോർമ്മിപ്പിച്ച പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ നാം അസാധാരണമായ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. കോവിഡ് പ്രതിരോധ വാക്സിൻ സ്വീകരിക്കുന്നതിലെ ആശങ്ക ഒഴിവാക്കി എല്ലാവരും വാക്സിൻ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. मेरे प्यारे देशवासियों, कोरोना के खिलाफ हम देशवासियों की लड़ाई जारी है, लेकिन इस लड़ाई में हम सब साथ मिलकर कई असाधारण मुकाम भी हासिल कर रहे हैं. अभी कुछ दिन पहले ही हमारे देश ने एक अभूतपूर्व काम किया है. 21 जून को वैक्सीन अभियान के अगले चरण की शुरुआत हुई और उसी दिन देश ने 86 लाख से ज्यादा लोगों को मुफ्त वैक्सीन लगाने का रिकॉर्ड भी बना दिया. മധ്യപ്രദേശിലെ ബൈത്തൂൾ ജില്ലയിൽ ഡുലാരിയ ഗ്രാമത്തിലെ രാജേഷ് ഹിരാവെ, കിഷോരിലാൽ എന്നിവരുമായി സംവദിച്ച പ്രധാനമന്ത്രി പ്രതിരോധ വാക്സിൻ സംബന്ധിച്ച അവരുടെ ആശങ്കകൾ ദൂരീകരിച്ചു. हेलो, नमस्कार, नमस्ते जी. मेरा नाम राजेश हिरावे, ग्राम पंचायत डुलारिया, भीमपुर ब्लॉक. राजेश जी, मैंने फोन इसलिए किया कि मैं जानना चाहता था कि अभी आपके गांव में अब कोरोना की क्या स्थिति है? सर, यहाँ पे कोरोना की स्थिति तो अभी ऐसा कुछ नहीं है यहाँ. अभी लोग बीमार नहीं है? जी, गांव की जनसंख्या कितनी है? कितने लोग हैं गांव में? गांव में 462 पुरुष है और 332 महिला है. अच्छा राजेश जी, आपने वैक्सीन ले ली क्या? नहीं सर, अभी नहीं लिया. अरे क्यों नहीं लिया? सर जी, यहाँ पे कुछ लोगों ने कुछ व्हाट्सएप पे ऐसा भ्रम डाल दिया गया कि उससे लोग भ्रमित हो गए. सर जी, तो क्या आपके मन में भी डर है? जी, सब पूरे गांव में ऐसा भ्रम फैला दिया था सर. अरे रे रे, ये क्या बात की आपने? देखिए राजेश जी, जी, मेरा आपको भी और मेरे सभी गांव के भाई बहनों को यही कहना है कि डर है तो निकाल दीजिए.
രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ച് പൊതുസമൂഹത്തിന് അറിവ് പകരുന്ന പരിപാടിയായി മാറിയിരിക്കുകയാണ് മൻ കി ബാത്ത് പരിപാടിയെന്ന് പാലക്കാട് നിന്ന് പരിപാടിയുടെ സ്ഥിരം ശ്രോതാവായ ശ്രീ നടേശൻ അഭിപ്രായപ്പെടുന്നു. ഞാൻ പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പരിപാടിയായ മൻ കി ബാത്ത് എല്ലാ മാസവും കേൾക്കാറുണ്ട്. ഇപ്പോൾ 77 മാസം കഴിഞ്ഞ് 78-ാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെയധികം അഭിമാനം തോന്നുന്ന സംഭവമാണ്. രാജ്യത്ത് എന്തുണ്ടാകുന്ന സമയത്തും വെള്ളപ്പൊക്കമോ അല്ലെങ്കിൽ കൊറോണ പോലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്ത് വരുന്ന സമയത്തും അതിന് വളരെ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ ഭാവത്തിൽ എല്ലാ ഭാരതത്തിലെ ജനങ്ങളെല്ലാവരും ഒന്നായി കണ്ട് അതിൻ്റെ കഷ്ടനഷ്ടങ്ങളെ പറ്റിയിട്ട് വളരെ ഇതിൽ പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി. ആരും അറിയപ്പെടാതെ കിടക്കുന്ന പല ആൾക്കാരെയും രംഗത്ത് കൊണ്ടുവന്ന് അറിയപ്പെടുന്ന ഒരു മഹത് വ്യക്തിയാക്കി അവരുടെ പേരുകളും അവർ ചെയ്ത സംഭാവനകളും അതുപോലെ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണം. എന്തായാലും വളരെയധികം അഭിമാനം തോന്നുന്നു. രാജ്യത്തിലെ ഏതൊരു പ്രധാനമന്ത്രിയും ചെയ്യാത്ത രീതിയിലുള്ള ഒരു ആൾ ഇന്ത്യ റേഡിയോയിലൂടെ ദൂരദർശനിലൂടെ ഇതുപോലുള്ള ഒരു സംവിധാനം മൻ കി ബാത്ത് കേൾക്കുന്നതുകൊണ്ട് വളരെ അഭിമാനകരമായി തോന്നുന്നു. മഴവെള്ളം ഭൂമിയിൽ ശേഖരിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി മഴവെള്ള സംഭരണത്തിന്റെ വിവിധ മാർഗങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചു. മഴവെള്ള സംഭരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഉത്തരാഖണ്ഡിലെ ശ്രീ സച്ചിദാനന്ദ ഭാരതിയുടെ സേവനങ്ങളെ പ്രധാനമന്ത്രി പ്രകീർത്തിച്ചു. मेरे प्यारे देशवासियों, हमारे देश में अब मानसून का सीजन भी आ गया है. बादल जब बरसते हैं तो केवल हमारे लिए नहीं बरसते, बल्कि बादल आने वाली पीढ़ियों के लिए भी बरसते हैं. बारिश का पानी जमीन में जाकर इकट्ठा भी होता है, जमीन के जल स्तर को भी सुधारता है. और इसलिए मैं जल संरक्षण को देश सेवा का ही एक रूप मानता हूँ. हम में से कई लोग इस पुण्य को अपनी जिम्मेदारी मानकर लगे रहे हैं. ऐसे ही एक शख्स हैं उत्तराखंड के पौड़ी गढ़वाल के सच्चिदानंद भारती जी. ജൂലൈ 1-ാം തീയതിയിലെ ദേശീയ ഡോക്ടേഴ്സ് ദിനവും ചാർട്ടേഡ് അക്കൗണ്ട്സ് ദിനവും പ്രധാനമന്ത്രി ജനങ്ങളെ ഓർമ്മിപ്പിച്ചു. കൊറോണയുടെ പ്രതിസന്ധി കാലത്ത് ഡോക്ടർമാരുടെ സംഭാവനയോട് നാം കടപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. मेरे प्यारे देशवासियों, अब से कुछ दिनों बाद 1 जुलाई को हम नेशनल डॉक्टर्स डे मनाएंगे. ये दिन देश के महान चिकित्सक और स्टेट्समैन डॉक्टर बीसी राय की जन्म जयंती को समर्पित है. कोरोना काल में डॉक्टर्स के योगदान के हम सब आभारी हैं. हमारे डॉक्टर्स ने अपनी जान की परवाह न करते हुए हमारी सेवा की है. इसलिए इस बार नेशनल डॉक्टर्स डे और भी खास हो जाता है. ചെറുതും വലുതുമായ ഒട്ടേറെ കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്ത് പരിപാടിയിലൂടെ ചെയ്യുന്നതെന്നും ജനങ്ങൾക്ക് അത് ഏറെ ഉപകാരപ്രദമാണെന്നും സാമൂഹ്യ പ്രവർത്തകനായ അജിത് കുമാർ പിഷാരത്ത് പറയുന്നു. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണ പരമ്പര മൻ കി ബാത്തിലൂടെ സാധാരണപ്പെട്ടവരും പ്രഗത്ഭരുമായ ഒട്ടനവധി പേരുടെ കഥകളാണ്, അവരുടെ ജീവിത അനുഭവങ്ങളാണ് പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സാധാരണപ്പെട്ടവൻ ചെയ്യുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കി അവയെ വേണ്ട വിധ പ്രോത്സാഹനം നൽകാനും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തയ്യാറാകുന്നു. ഇതുപോലുള്ള പ്രഭാഷണ പരമ്പരയിലൂടെ നാടറിയാതെ പോകുന്ന ഒട്ടനവധി പേരെ തിരിച്ചറിയാനും അവരുടെ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നല്ല പ്രവർത്തനം ചെയ്യുന്ന പ്രധാനമന്ത്രിക്ക് അദ്ദേഹം ചെയ്യുന്ന ഈ പ്രഭാഷണ പരമ്പരയ്ക്ക് എല്ലാവിധ ആശംസകളും. രാജ്യം നേരിടുന്ന കോവിഡ് വെല്ലുവിളി സംബന്ധിച്ചും നാടിനെക്കുറിച്ചും ദേശവാസികളെക്കുറിച്ചും പരാമർശിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വർഷത്തിൽ നടക്കാൻ പോകുന്ന അമൃത് മഹോത്സവം നമ്മെ ഓർമ്മപ്പെടുത്തിയാണ് ഇന്നത്തെ മൻ കി ബാത്ത് പരിപാടി അവസാനിപ്പിച്ചത്. 15 अगस्त भी आने वाला है. आजादी के 75 वर्ष का अमृत महोत्सव हमारे लिए बहुत बड़ी प्रेरणा है. हम देश के लिए जीना सीखें. आजादी की जंग देश के लिए मरने वालों की कथा है. आजादी के बाद के इस समय को हमें देश के लिए जीने वालों की कथा बनाना है. इसलिए अगली बार जब हम मन की बात में मिलेंगे तो अमृत महोत्सव की और तैयारियों पर भी बात करेंगे. आप सब स्वस्थ रहिए, कोरोना से जुड़े नियमों का पालन करते हुए आगे बढ़िए. अपने नए नए प्रयासों से देश को ऐसे ही गति देते रहिए. इन्हीं शुभकामनाओं के साथ बहुत बहुत धन्यवाद. നാം അറിയാതെ പോകുന്ന ഒട്ടേറെ സംഭവങ്ങളും ചരിത്ര മുഹൂർത്തങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്ത് പരിപാടിയിലൂടെ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നു. വിജ്ഞാനപ്രദവും പ്രചോദനാത്മകവുമായ മൻ കി ബാത്ത് പരിപാടിയുടെ 79-ാം ഭാഗത്തിനായി നമുക്ക് കാത്തിരിക്കാം. നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് റേഡിയോ പ്രക്ഷേപണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത പരിപാടിയെ ആസ്പദമാക്കി പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.